ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പതിവ് പോലെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അവിടുത്തെ ആനയാണ് അവിടെ നിൽക്കുന്നത്, പക്ഷെ ദൂരെയാണ്, നല്ലതായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതിന് ശേഷം വീട്ടിൽ വന്നു. ഭയങ്കര മഴ രാവിലെ, ഭയങ്കര മഴ, ഭയങ്കര കാറ്റും മഴയും. അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അമ്പലത്തിൽ നിന്നിട്ടാണ് വന്നത്. പിന്നെ മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് മഴയ്ക്ക് മുന്നേ എളുപ്പം നീങ്ങി പോകുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവിടെ നിന്നേനെയായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞ് ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഗോതമ്പ് ദോശയ്ക്കകത്തിൽ ദോശയായിട്ടല്ല, മടക്ക് ദോശയാണ് ഉണ്ടാക്കിയത്. ഇച്ചിരി തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ച് ഉണ്ടാക്കി. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഭയങ്കര മഴയൊക്കെയാണ്, എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെയാണ്. ഇനി നേരത്തെ പോലെ വെള്ളപ്പൊക്കം അങ്ങനെ ആവുമോ എന്തോ ഒന്നും അറിയില്ല. ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥയിലോട്ടായിക്കൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ മഴയൊക്കെ മാറി കുറച്ച് നേരം ഇരുന്ന് ചേട്ടൻ പിന്നെ കടയിൽ പോകാമെന്നും പറഞ്ഞ് കടയിൽ പോയി. പിന്നെ ഇന്ന് രാവിലെ മക്കൾ 3 കൂടെ വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്നേരം അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് അവർ വന്നിട്ട് അങ്ങ് തിരിച്ചു പോയി, വീട്ടിൽ കയറിയില്ല. ചേട്ടൻ പോയിട്ടൊന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാനത് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച് വെട്ടുന്ന സമയത്ത് ഇതാ എൻ്റെ ഒരു മോൻ, ഇവനങ്ങ് ഭയങ്കര വഴക്കാണ്. മീൻ വെട്ടുന്ന പിന്നെ വഴക്കാം. പിന്നെ മീൻ കറി വെച്ചു, മീൻ വറുത്തു, ചോറും വെച്ച്. രാവിലെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഉച്ചയൊക്കെ ആയപ്പോഴെല്ലാം ഒരുവിധമൊക്കെ ആക്കി. പിന്നെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മോള് വിളക്കൊക്കെ കത്തിച്ച് വെളിയിലോട്ട് വന്ന് ചേട്ടൻ വെളിയിലിരുന്ന് എന്തെടുക്കുമായിരുന്നു, നഖം വെട്ടുമായിരുന്നു ഇവിടിരുന്ന്. വൈകുന്നേരം ആയപ്പോഴും ചെറിയ ചാറ്റലും മഴയും ഉണ്ട്. പക്ഷെ ആ വെളിയിൽ നിന്ന് പെയ്യുന്ന വെള്ളം, റോഡിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ നമ്മുടെ മുറ്റത്തോട്ടാണ് ഒഴുകി വരുന്നത്. അപ്പോൾ അന്ന് മുറ്റത്തൂടെ ആ ഉള്ള ചരലെല്ലാം നീക്കിയെടുത്തുകൊണ്ട് പോകുന്നു, ഭയങ്കര മഴ കാരണം. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ജംഗ്ഷനിൽ പോയി ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് മോള് നാളെ തൊട്ട് ജോലിക്ക് ചെല്ലാനെ കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് പോകുമ്പം കറി വെക്കാനൊന്നും പച്ചക്കറി എന്തെങ്കിലും മെഴുക്കുവരട്ടിയൊന്നും ഉണ്ടാക്കും. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജംഗ്ഷനിലോട്ട് പോയി. ഭയങ്കര മഴ, ഒന്നും പറ്റാത്തൊരവസ്ഥ. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമോ. പിന്നെ പതിയെ ഇച്ചിരി മഴ തോന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി പച്ചക്കറി കടയിൽ ചെന്ന് പച്ചക്കറി മേടിച്ചു. ഇപ്പോഴതിലൂടെ ടൂറിസ്റ്റ് ബസ് പോകുന്നത് കണ്ടോ. പടയേന്ന് പിന്നെ ഫോട്ടോ എടുത്ത് ടൂറിസ്റ്റ് ബസ് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ. പിന്നെ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ചെറിയ മഴയായതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. 2 ദിവസത്തെ ലീവേ മോൾക്ക് കിട്ടിയുള്ളൂ, അതിൽ കൂടുതൽ അവർ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കണമെന്നുള്ള ഇതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടനെ വെളിയിലിട്ടിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ അവൻ ഭയങ്കര കരച്ചിലും വിളിയായിരുന്നു അവന്. അവനെ വെളിയിലിട്ടിട്ട് പോകുന്നത് വെച്ച്, വെളിയിലൊരു കൂടുണ്ട്, ആ കൂട്ടിലിട്ടിട്ടാണ് പോകുന്നത്. അവനത് ഇഷ്ടമല്ല, അവന് ഭയങ്കര പേടിയാണ്. അതിനകത്ത് കിടന്ന് നിലവിളിയാണ്. അപ്പം മോള് പിന്നെ പൂച്ചയ്ക്ക് തിന്നാനെ കൊണ്ട് എന്തോ കുടഞ്ഞിട്ട് കൊടുത്ത്, ക്യാറ്റ് ഫുഡ് കൊടുത്തിട്ട് കൊടുത്ത്. അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അവനത് വേണം, പക്ഷെ ഒരു രക്ഷയില്ല. എത്ര തിന്നാലും അവൻ നന്നാവത്തില്ല. 2 ദിവസം നല്ലതായി, 3-ൻ്റെ അന്ന് ഭയങ്കര വയറ്റിളക്കവും വയ്യ. അവൻ അവശതയാണ്. അവനങ്ങ് വെച്ച് കളിപ്പിച്ച് അതിൽ കയറി കൊച്ചു പിള്ളേരുടെ കൂട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കഴിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അവന്. എന്ന് വെച്ചാൽ സവാളയും പാവയ്ക്കയുമാണ് വാങ്ങിച്ചത് കേട്ടോ. പച്ചക്കറിയായിട്ടൊന്നും ഞങ്ങളങ്ങനെ വാങ്ങിച്ചില്ല, നാളെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോൾ എനിക്കൊരു പൊട്ട് വാങ്ങിച്ചു തന്നു. ഒരു പൊട്ടില്ലായിരുന്നു, ഒരു വലിയ ചുമന്ന പൊട്ടാണ് വെച്ചത്. അതിന് എന്നെ കിടന്ന് അലയ്ക്കുമായിരുന്നു, എന്തിനാ അത് വെച്ചതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് പൊട്ട് വാങ്ങിച്ചു തന്നു. ഈ പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് ഞാൻ നെറ്റിക്ക് വെക്കുന്നത്. പിന്നെ സെറ്റിപ്പൻ ഇല്ലായിരുന്നു, രാവിലെ സാരി ഉടുത്ത് അമ്പലത്തിൽ പാദത്തിൽ പെട്ട്. പിന്നെ ഒരു ക്രീമും വാങ്ങിച്ചു തന്നു. ഇത് പോൺസിൻ്റെ ഒരു ക്രീമാണ്. ഇത് ഞാൻ ഇപ്പോൾ ഈയിടെ പോലെ തേച്ച് തുടങ്ങിയത്. മുഖമൊക്കെ അങ്ങ് ഭയങ്കര പൊരിച്ചില്ല, അപ്പോൾ അതിനത് തേച്ച് കുഴപ്പമില്ല, നല്ല ഇതാവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ് കൂട്ടുകാരേ.